ഇന്നത്തെ ദിവസം നിശബ്ദമായിരിക്കാൻ കഴിയില്ല. അമേരിക്ക പറയുന്നതിനനുസരിച്ച് ജീവിക്കണോ അത് പോരാടി മരിക്കണോ എന്നതായിരുന്നു ചോദ്യം. പോരാട്ടം തന്നെ തിരഞ്ഞെടുക്കും ആത്മാഭിമാനികൾ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അടിയറവ് പറയാതെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു ചരിത്രമാണ്. തല കുനിക്കാതെ മടക്കം. അമേരിക്കയുടെ കള്ളത്തരം ഒന്ന് നോക്കൂ. ഇറാൻ ഇസ്ലാമിക രാജ്യമാണ്. അവിടുത്തെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണത്ര ഇറാൻ ഭരണകൂടത്തെ തള്ളിയിടുന്നതിന്റെ ഒരു കാരണം ആഭ്യന്തര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ. എന്നിട്ടോ ആക്രമിച്ചത് എവിടെയാണ്? പെൺകുട്ടികൾ പഠിക്കുന്ന ഇറാനിലെ സ്കൂളിലാണ് ആക്രമണം നടന്നത്. പെൺകുഞ്ഞുങ്ങളെയാണ് അവർ ആദ്യം കൊന്നത്. എന്തു സ്വാതന്ത്ര്യമാണ് പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലൂടെ ഇവിടെ വരുന്നത്? ഇവർ കള്ളം പറയുകയാണ്. ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യത്തിൽ നിന്നും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മോചിപ്പിക്കലൊന്നുമല്ല, പച്ചയായ അധിനിവേശമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന അസാധാരണമായ സ്വാതന്ത്ര്യ സമരമാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇറാനിലെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനി മരിച്ചുപോയെന്നാണ്. മരിച്ചാലും ഇല്ലെങ്കിലും അവസാനം വരെ പോരാടി അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കീഴടങ്ങാതെ അന്തസ്സോടെയാണ് ആ മടക്കം. എത്രയോ അമേരിക്കൻ പ്രസിഡന്റുമാരെ മുൾമുനയിൽ നിർത്തി വിറപ്പിച്ച് വർഷങ്ങളോളം നായകനായി നിന്ന് ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച് ആത്മാഭിമാനം എന്തെന്ന് കാണിച്ചു തന്ന് പോരാട്ട വീര്യം എന്തെന്ന് അറിയിച്ച് എങ്ങനെ അമേരിക്കയെ പേടിക്കാതെ പൊരുതാമെന്ന് കാണിച്ചു തന്നുള്ള ഒരു മടക്കം. അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലൊക്കെ ഇറാൻ ബോംബിടുന്നുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം. ഇപ്പൊ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നത് ശരിയാണോ? എന്തിനാണ് അവർ ഇറാനെ ആക്രമിച്ചത്? ഇറാൻ ആർക്കായിരുന്നു ഈ രാജ്യത്ത് ഭീഷണി? അമേരിക്കയ്ക്ക് ഭീഷണിയായിരുന്നോ? ഇസ്രായേലിന് ഭീഷണിയാണ്? എന്ത് തേങ്ങയാണ് ഇറാനെ കൊണ്ട് ഈ ലോകത്തിന് പ്രശ്നമായി ഉണ്ടായിരുന്ന കാര്യം എന്താണ്? അമേരിക്കൻ സൈനിക താവളങ്ങളാണ് ഇറാൻ എന്ന രാജ്യത്തിന് ചുറ്റുമീ കിടക്കുന്നത്. എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുമുണ്ട്. ഇറാനെ അമേരിക്ക ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ചാണ് നിന്നിരുന്നത്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല. യുദ്ധം കൊണ്ട് ഗുണം അമേരിക്കയ്ക്ക് മാത്രമാണ് ലോകത്തിൽ. ബാക്കി എല്ലാവർക്കും നഷ്ടം മാത്രമേ ഉണ്ടാവൂ. എല്ലാവർക്കും നഷ്ടം. അറബ് രാജ്യങ്ങൾക്ക് നഷ്ടം. ഇറാൻ വീഴും, കൂട്ടത്തിൽ അറബ് രാജ്യങ്ങളും വീണേക്കാം. 1982 ഖമനയുടെ 43 വയസ്സിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ആരാണ് അങ്ങയുടെ ഏറ്റവും വേഴ്സ്റ്റ് എനിമി എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം അന്ന് പറയുന്ന മറുപടിയാണ് അമേരിക്ക എന്ന്. ഇപ്പോൾ 2026 86 വയസ്സിലും അദ്ദേഹത്തിന്റെ ശത്രു അമേരിക്ക തന്നെയായിരുന്നു. Who is your worst enemy, Mr. President? दुश्मन असली ईरान कीस्ट अमेरिका. ആരാണ് ശരി, നിങ്ങൾ ആർക്കൊപ്പം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ മറുപടി എന്തായിരിക്കുമെന്ന്. ഇസ്രായേലിനൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്ന നരാധമന്മാർ പോലും നമുക്കിടയിലുണ്ട്. ലോകത്ത് നിരവധി രാജ്യങ്ങളുണ്ട്. അതിൽ ഒരു രാജ്യം മാത്രമാണ് അമേരിക്ക, അല്ലേ? ഇന്ത്യ പോലെ മറ്റൊരു രാജ്യം. ആ അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളുടെ ഭാവി ഭാഗതയും വാഷിംഗ്ടന്റെ ഇടനാഴികളിൽ വെച്ച് എഴുതാൻ, വൈറ്റ് ഹൗസിൽ വെച്ച് തീരുമാനിക്കാൻ ആരാണ് അധികാരം നൽകിയത്? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഭരണാധികാരിയെ തീരുമാനിക്കാൻ ആരാണ് അമേരിക്കയ്ക്ക് അധികാരം നൽകിയത്? ആരാണ്? എല്ലാത്തിനും ഒരു അന്ത്യമുണ്ടാകും. അമേരിക്കയ്ക്കും അന്ത്യമുണ്ടാകും. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെടാൻ പറ്റുക? എല്ലാ രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ പലതരം അഭിപ്രായം ഉണ്ടാകും, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, യോജിപ്പും ഉണ്ടാകും. പക്ഷെ അതിനപ്പുറം ആ രാജ്യത്ത് പോയി ബോംബിടാൻ, ഭരണാധികാരിയെ കൊല്ലാൻ, അവർ പറയുന്ന ആളെ ഭരണാധികാരിയാക്കി വെക്കാനൊക്കെ എങ്ങനെയാണ് പറ്റുക? നിരന്തരം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ചിട്ട് പ്രവൃത്തിയിൽ വരും ഏകാധിപതികളായി മാറാൻ നാണമില്ലേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒന്നും? ഇറാനിൽ ബോംബിടുമ്പോൾ എന്താണ് അമേരിക്കയും ഇസ്രായേലും എന്താ ശരിക്കും ചെയ്യുന്നത്? ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുകളിൽ പോയിട്ട് ബോംബിട്ടിട്ട് ഇവരെന്താണ് ശരിക്കും പറയുന്നത്? ആരാണ് ഇതിന് അമേരിക്കയ്ക്ക് അധികാരം നൽകിയത്? ഇസ്രായേലിന്റെ അടിമയാണോ ഈ അമേരിക്ക എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടെങ്കിൽ, ഭരണമാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് രാജ്യത്തിനകത്താണ് നടക്കേണ്ടത്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അല്ലാതെ ബാഹ്യശക്തികൾ ബോംബിട്ട് അല്ല അത് നടപ്പാക്കേണ്ടത്. ഇപ്പൊ നടക്കുന്ന
ഈ കാര്യങ്ങളിൽ ഏറ്റവും നാണം കെട്ട വൃത്തികെട്ട പ്രവൃത്തി പഹലവിയുടേതാണ്. അമേരിക്കയുടെ കളിപ്പാവയായി നിന്നാണോ പഹലവി ഇറാനിൽ ഭരണമാറ്റത്തിന് ശ്രമിക്കേണ്ടത്? ഏതോ കാലത്ത് ഇറാനിൽ നിന്നും ഓടിപ്പോയി അമേരിക്കയുടെ അടിമയായി കളിപ്പാവയായി ജീവിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇറാനിൽ അസ്ഥിരത ഉണ്ടാക്കുന്നവനാണോ പ്രതിപക്ഷ നേതാവ്? ആഹാ, ഇയാൾക്കാണോ ഇനി ഇറാന്റെ ഭരണം കിട്ടാൻ അർഹത? പഹലവി ഭരിക്കുന്നതും അമേരിക്ക ഇറാൻ ഭരിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്നിട്ട് അയാൾ ഇന്ന് അമേരിക്കയ്ക്ക് നന്ദി പറയുന്നത് കണ്ടു. എന്ത് ഉളുപ്പുണ്ടോ ഇയാൾക്കൊക്കെ? ഇയാളെയൊക്കെ ചരിത്രം എന്നും ഒറ്റുകാരനായി മാത്രമാണ് രേഖപ്പെടുത്തുക. ഇറാനിൽ ഭരണമാറ്റം വരേണ്ടത് അത് ആവശ്യമുണ്ടെങ്കിൽ ആ മണ്ണിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ വഴിയല്ല ഭരണമാറ്റം വരേണ്ടത്. ഇറാനുമായി സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ബോംബിടുക, ഗസയിൽ വംശഹത്യ ഇതിനിടയിലും തുടരുക, വെനിസ്വേലയുടെ പ്രസിഡന്റിനെ രായ്ക്കിരാമാനം തട്ടിക്കൊണ്ടുപോവുക, UN നോക്കുകുത്തിയായി വെക്കുക, നാണമില്ലാതെ എന്നിട്ട് മനുഷ്യാവകാശം, ജനാധിപത്യം, അന്താരാഷ്ട്ര നിയമം എന്നൊക്കെ പുലമ്പുക. ഇതുപോലൊരു തെമ്മാടി രാഷ്ട്രം ലോകത്ത് വേറെ ഉണ്ടോ? ഈ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കാൻ എത്ര രാജ്യങ്ങൾക്ക് എന്നിട്ട് ധൈര്യമുണ്ട്? എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തായോ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ഓടി നടക്കുന്ന ഒരുത്തൻ, ആ ഓടി നടക്കുന്നതിനിടയിൽ ലോകം മുഴുവൻ അശാന്തി വിതയ്ക്കുക. വെനിസ്വേല, സിറിയ, ഇറാഖ്, നൈജീരിയ, സോമാലിയ, യമൻ, ഇറാൻ, ലിസ്റ്റ് ചെയ്താൽ തീരില്ല. ഇറാനിലെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ബോംബിടുക, കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുക, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് ഗസയിൽ പിന്തുണ നൽകുക. ഇവർക്കിത് പുത്തരിയല്ല. ഗസയിൽ എത്ര കുഞ്ഞുങ്ങളുടെ ചോര വീണിരിക്കുന്നു. എപ്സ്റ്റീൻ ഫയലിലുണ്ട് ബാക്കി കുഞ്ഞുങ്ങളോട് ഇവർ ചെയ്ത ക്രൂരതകൾ. ഡെത്ത് ടു അമേരിക്ക എന്നത് എക്കാലത്തും ഇറാനിലെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു. അതിനർത്ഥം അമേരിക്കൻ ജനത മുഴുവൻ മരിച്ചു പോകണമെന്നൊന്നുമല്ല, ട്രംപിനും കൂട്ടർക്കുമാണ് എതിരെയാണ് തങ്ങളെന്ന് അയത്തുള്ള പണ്ടേ വ്യക്തമാക്കിയിരുന്നു. گله میکنن که چرا ملت ایران میگن مرگ بر آمریکا. اولا بنده این رو برای حضرات بزرگان آمریکایی روشن کنم. مرگ بر آمریکا یعنی مرگ بر ترامپ و جان بولتون و پومپئو. ലോകമെമ്പാടും പലവിധ വിജയാഘോഷങ്ങളാണ് നടക്കുന്നത്. ചിലയിടത്ത് അയത്തുള്ള വീണതിൽ ആഹ്ലാദം, ചിലയിടത്ത് ട്രംപും അമേരിക്കയും ജയിച്ചതിൽ ആഹ്ലാദം, ചിലയിടത്ത് യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധം. എന്തൊക്കെ പറഞ്ഞാലും എന്തിനാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചത്? അതിന് ഉത്തരം ആർക്കെങ്കിലും കിട്ടിയോ? ആണവായുധം നിർമ്മിച്ചതിനോ സൂക്ഷിച്ചതിനോ ആണോ ഈ യുദ്ധം ഇപ്പൊ നടന്നത്? അമേരിക്കയുടെ കയ്യിലല്ലേ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ളത്? ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധങ്ങളൊന്നുമില്ലേ? അതോ ഇവരൊക്കെ രണ്ടുപേരും അങ്ങ് പുണ്യാളന്മാരായിട്ട് ഇറാൻ മാത്രമാണോ ഇവിടെ ആണവായുധം സൂക്ഷിക്കുന്നത്? അപ്പൊ എന്താണ് ഇറാന് മാത്രമായി അമേരിക്ക നടപ്പാക്കുന്ന ആ പുതിയ നിയമം? എന്താണ്? ഇരട്ടത്താപ്പ്. ഇരട്ടത്താപ്പ് എന്ന് തന്നെ വിളിക്കണം അതിനെ. അണുബോംബ് ഉണ്ടാക്കുന്നു, ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇതാണ് ഇറാനെതിരെ അമേരിക്കയും വൻ ശക്തി രാജ്യങ്ങളും UN അടക്കം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം ഇതാണ്. എന്നാലോ ഈ അമേരിക്കയ്ക്ക് അണുബോംബുകളുടെ വലിയ കൂറ്റൻ ശേഖരമുണ്ട്. വൻകിട രാജ്യങ്ങൾക്ക് തൊട്ടു പിന്നാലെ വരുന്ന ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾക്ക്, സാക്ഷാൽ ഉത്തര കൊറിയയ്ക്ക് പോലും അണുബോംബുകൾ കൈവശമുണ്ട്. ആണവ പരീക്ഷണങ്ങളെ കുറിച്ച് എടുത്താലോ, അതിന്റെ മുത്തച്ഛൻ എന്ന് പറയുന്നത് അമേരിക്കയാണ്. ലോകത്ത് ആദ്യമായി വിജയകരമായി ആണവായുധ പരീക്ഷണം നടത്തിയത് ഈ അമേരിക്കയാണ്. ഇതേ അമേരിക്ക 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോ മരുഭൂമിയിലാണ് ആദ്യ പരീക്ഷണം. ഒരു മാസം കഴിഞ്ഞില്ല, ഹിരോഷിമയിൽ, നാഗസാക്കിയിൽ അവർ അണുബോംബിട്ടില്ലേ? 100,000-ലധികം ആളുകൾ ഓൺ ദ സ്പോട്ട് കൊല്ലപ്പെട്ടില്ലേ? തുടർന്നുള്ള വർഷങ്ങളിൽ ദുരിതം നീണ്ടില്ലേ? പരിക്കുകൾ, റേഡിയേഷൻ, രോഗങ്ങൾ, എത്ര 10,000-കണക്കിന് ആളുകൾ മരിച്ചുപോയില്ലേ? അവിടെ നിർത്തിയില്ല ഈ അമേരിക്ക. ആദ്യ പരീക്ഷണം നടത്തി 4 വർഷത്തിനുള്ളിൽ തുടർന്ന് തുടർ പരീക്ഷണങ്ങൾ. അമേരിക്കൻ പരീക്ഷണം കഴിഞ്ഞ് 3-ാം വർഷം സോവിയറ്റ് യൂണിയനും അണുആയുധം പരീക്ഷിച്ചു. പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ വർഷങ്ങളോളം അണുബോംബ് മത്സരം തന്നെയാണ് നടത്തിയത്. ഇനി ഇറാനിലേക്ക് വന്നാലോ, 1950-കളിൽ US സ്വന്തക്കാരനായ ഷാ പഹലവിയുടെ ഭരണകാലത്താണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിച്ചത്. അന്ന് അവർക്ക് സഹായം നൽകിയത് അമേരിക്കയാണ്. 1958-ൽ IAEA ഇറാൻ അംഗമായി. 63-ൽ അമേരിക്ക ഇറാന് ഗവേഷണ റിയാക്ടർ നൽകി. 70-ൽ ഫ്രാൻസും പശ്ചിമ ജർമ്മനിയുമെല്ലാം ഇറാന് ആണവ സഹായങ്ങൾ നൽകി. പക്ഷെ 79-ൽ ഇസ്ലാമിക വിപ്ലവം വന്നതോടെ കളി മാറി. ഇറാന്റെ അണുബോംബ് മഹാചീത്തയാണെന്ന് കെറിവിക്കാൻ തുടങ്ങിയ അമേരിക്കയും കൂട്ടരും. തൊട്ടു പിന്നാലെ ഇറാഖ് യുദ്ധമുണ്ടായി. ഇറാന്റെ 2 ആണവ റിയാക്ടറുകൾ ഇറാഖ് ബോംബിട്ട് തകർത്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിച്ചു. അതോടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇറാൻ സമം ആണവ ഭീകരത എന്ന നിലവിളി വരാൻ തുടങ്ങുന്നത്. അതാണ് ഇന്ന് ഇറാനെ ആക്രമിക്കാനുള്ള ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും മുറവികളിൽ എത്തി നിൽക്കുന്ന ഒരു തൊടുന്യായം. അപ്പോ ഈ ഷാ പഹലവി ഇപ്പോഴത്തെ കുഞ്ഞി രാജകുമാരൻ ഇപ്പൊ എവിടെയാ?
അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം അല്ലേ? എന്തൊരു ഐറണി തൂങ്ങിച്ചെത്തെന്നൊക്കെ പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. നമ്മൾ ഇവരുടെ ഒന്നും പ്രശാണവായുധവുമല്ല, ഒരു തേങ്ങയുമല്ല എന്ന് മനസ്സിലാവാൻ ഈ ഒരു ചരിത്രം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. Iran could produce a nuclear weapon in a very short time. It could be a year. They have the wherewithal, the stored up, preserved knowledge to make a bomb very quickly. റിസ പഹലവി ഉണ്ടല്ലോ, എനിക്ക് പുള്ളി അങ്ങോട്ട് പള്ളു പറഞ്ഞിട്ട് മതിയായില്ല. ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരത്തിന് പുറത്തായ പഴയ മുഹമ്മദ് റിസ പഹലവി രാജാവിന്റെ മകനാണ് ഇപ്പോഴുള്ള ഈ വൃത്തികെട്ട കക്ഷി. വിപ്ലവം നടക്കുന്ന സമയത്ത് റിസ പഹലവി അമേരിക്കയിൽ പൈലറ്റ് ആവാൻ പോയി. തിരിച്ചു വരാൻ പറ്റിയില്ല. 50 വർഷമായിട്ട് അവിടെ താമസിക്കുക, അമേരിക്കയുടെ അടിമ. ഇറാൻ ഭരണത്തിന്റെ എതിരാളിയായ അദ്ദേഹം എക്സിലൂടെയാണ് അഭിപ്രായം പറയുന്നത്. എക്സിൽ മാത്രം ജീവിക്കുന്ന പ്രതിപക്ഷ നേതാവ് നാണമുണ്ടോ? കിരീടാവകാശി എന്ന സ്വയം വിശേഷിപ്പിക്കുക. എന്ത് കിരീടം? ഏത് കിരീടം? ഏതാണ് ആ കിരീടം? അതിന് കിരീടം എവിടെ? രാജഭരണമൊക്കെ പോയിട്ട് കാലം എത്രയായെന്നറിയാമോ? കാവടിയാർ കൊട്ടാരത്തിലെ ഏതെങ്കിലും ഒരാള്, ഒരു പിൻതലമുറക്കാരൻ വന്ന് ഞാനാണ് ഇപ്പൊ കേരളത്തിലെ രാജാവ്, കിരീടം അങ്ങതാ എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ നമ്മൾ ചിരിക്കില്ലേ? അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ ഇറാനിലും. പഹലവി പറയുന്നത് ഷാ രാജകുമാർ നഗരകേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ ഉടൻ ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്നൊക്കെ ഭയങ്കര കോമാളിയായിട്ട് എക്സിലൂടെ ഇയാൾ ഇറാനികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പരസ്യ രാജഭരണ ദാസന്മാർ മാത്രമേ ഇയാളുടെ അനുയായികളുള്ളൂ. ഭരിക്കാൻ ഞാൻ തയ്യാറാണ്, അമേരിക്ക ഇസ്രായേൽ അനുകൂലമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. 7 അയലത്ത് അടുപ്പിക്കരുത് ഭരണത്തിന്റെ. പാശ്ചാത്യ മാധ്യമങ്ങളുടെ സ്വന്തക്കാരൻ. അതുകൊണ്ട് എന്നും പത്രത്തിൽ പ്രസ്താവന വരും. ഗ്രൗണ്ടിൽ ഇയാളില്ല കേട്ടോ. ഇറാനിൽ ഒരു സ്വാധീനവുമില്ല. പ്രക്ഷോഭത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലാണ് മാധ്യമങ്ങളൊക്കെ പോയി നോക്കുന്നത്. ഇറാനിന് മാത്രമല്ല, അദ്ദേഹത്തിന് ജനപിന്തുണ ഇറാനിലില്ല, നാട്ടിലുണ്ട്. പ്രക്ഷോഭകർക്ക് ഇയാളെ സംബന്ധിച്ച് ഏകാഭിപ്രായമില്ല, രാജഭരണം തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ പൊരുതുമ്പോഴും അമേരിക്കയിൽ സുഖിച്ച് ജീവിച്ച ഒരാൾ മാത്രമായി അയാൾ ഇപ്പൊ ഭരിക്കാൻ വരുന്നതിനോട് യോജിപ്പില്ല കൂടുതൽ മനുഷ്യർക്കും. ട്രംപും കൂട്ടരും കൊണ്ടുവന്ന ഉപരോധങ്ങളെ തുടർന്നാണ് ഇറാൻ വലിയ വിലക്കയറ്റ കുഴിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും വീണത്. അതിന്റെയും കാരണം അമേരിക്കയാണ്. അമേരിക്കയും ഇളയച്ചനായ യൂറോപ്യൻ യൂണിയൻ, കാര്യസ്ഥന ഐക്യരാഷ്ട്രസഭ ഒക്കെ കൂടി ഏർപ്പെടുത്തിയ ഉപരോധങ്ങളാണ് ഇറാനെ വീഴ്ത്തിയത്, ഇറാനെ തകർത്തത്, പണപ്പെരുപ്പം ഉണ്ടാക്കിയത്. ഉപരോധങ്ങളിൽ ഏറ്റവും മുമ്പൻ ട്രംപിന്റെ US അവരുടെ ഉപരോധം കാരണം പ്രധാന വരുമാന മാർഗമായ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പോലും ഇറാന് പറ്റിയിരുന്നില്ല. ഇറാനിൽ നിന്ന് ആരെങ്കിലും എണ്ണ വാങ്ങിയാൽ അവരെ ഉപരോധിക്കും, അവരെ പേടിപ്പിക്കും. തീർന്നില്ല, ഇറാന്റെ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലകളിൽ നിന്ന് US മാറ്റി നിർത്തി. ആർക്കും ഇറാനുമായി പണമിടപാടുകൾ നടത്താൻ പറ്റുന്നില്ല. അതോടൊപ്പം ഇരുമ്പ്, ഉരുക്ക്, അലുമിനിയം, ചെമ്പ് കയറ്റി അയക്കാൻ പറ്റാനോ ഇറക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇറാനെ ഞെക്കിക്കൊല്ലുക, ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർക്ക് യാത്രാവിലക്ക്, സ്വത്ത് മരവിപ്പിക്കൽ എന്നിവയൊക്കെയാണ് യൂറോപ്യൻ യൂണിയൻ വക ഉപരോധം. ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്ക് ഉപരോധം. ആയുധങ്ങളോടാണ് UN കലിപ്പത്രേ. ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ, അതിനുള്ള സാങ്കേതിക വിദ്യ ഉപകരണങ്ങൾ കൈമാറാൻ UN ഇറാനെ അനുവദിക്കുന്നില്ല. എന്നാൽ ഇറാന് ചുറ്റും സൈനിക താവളങ്ങൾ നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ട്. ആയുധങ്ങൾ വിൽക്കാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല. ഇത്രയുമൊക്കെ ചെയ്ത എന്താ സംഭവിക്കുക? സിമ്പിളായി പറഞ്ഞാൽ അതാണ് ഇറാനിൽ നിന്ന് കാണുന്ന നാണ്യപ്പെരുപ്പം, വിലക്കയറ്റം, പട്ടിണിക്കിടുക, കരഞ്ഞാൽ പൊതിരെ തല്ലുക. ഇതാണ് ട്രംപിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ലോക സമാധാനത്തിന് ഭീഷണിയാണ് അമേരിക്കയും ഇസ്രായേലും. എത്ര രാജ്യങ്ങളെ മിഡിൽ ഈസ്റ്റിൽ തന്നെ അമേരിക്ക ശിഥിലമാക്കി. ആ അമേരിക്കയും ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇസ്രായേലും പറയുന്നു ഇറാൻ നാളെ ലോകത്തിന് ഭീഷണിയാവുമെന്ന്. ഇന്നല്ല, അതുകൊണ്ട് ഇന്ന് തീർക്കാമെന്ന്. എന്തൊരു കോമഡിയാണിത്. ഇന്നേ ലോകത്തിന് ഭീഷണിയാണ് അമേരിക്കയും ഇസ്രായേലും. മിഡിൽ ഈസ്റ്റിൽ സമാധാനം എന്നതുണ്ടാവണമെങ്കിൽ ഇവർ രണ്ടുപേരും അടങ്ങണം, ഒതുങ്ങണം. അതിനിവർ തയ്യാറല്ല, ആരുമില്ല ഇവരെ ഒതുക്കാൻ. ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പുറകെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ നടക്കുന്നത്. ഈ ഇസ്രായേലിലാണ് ഇക്കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പോയത്. മോദി ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു മടങ്ങി മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ കൂട്ടക്കൊല കുരുതി. ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സേഫ് ആയിരിക്കൂ. അതാത് രാജ്യങ്ങൾ പറയുന്ന സുരക്ഷാ രീതികൾ കേൾക്കൂ. ഇതൊക്കെ അനിവാര്യമാണ്. ശരിക്കും അമേരിക്ക പോലെ, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ ലോകമടക്കി വാഴുമ്പോൾ ഇതൊക്കെ അനിവാര്യമാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് എന്നും ഇതുപോലെയാവില്ല. അമേരിക്ക ആരെങ്കിലും വീഴ്ത്തും. അന്ന് ലോകത്ത്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാവും. അതുവരെ നമുക്ക് കാത്തിരിക്കാം.